അവർക്ക് എണീറ്റേ ഉള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാവണം. ഡ്യൂട്ടി കയറ സമയം നേരെ ടൈമായി പോയെന്ന് കമ്പ്യൂട്ടർ ബേസ് ഫുള്ള് ചെക്ക് ചെയ്യണം. അതെ, എല്ലാം സെറ്റാണ്. ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഇതും കഴിക്കുക, തിരിച്ചു പോവുക. മറ്റേ പുള്ളിക്കാരുണ്ട് കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുക. മറന്നുപോയി ഞാൻ എടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച സമയത്ത് അടിക്കേണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇനി കുഴപ്പമില്ല. ഫോണും ഒന്ന് ചാർജ് ചെയ്യണം. അതെ, എല്ലായിടം പോയി റൗണ്ടൊക്കെ അടിച്ച് ചെക്ക് ചെയ്യണം. അതാണ് ഇപ്പം പരിപാടി. കാരണം ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിരിക്കുക. ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 0.50 ലെവലാകുമ്പോൾ ഇൻഫോം ചെയ്യാൻ വേണ്ടി. ഇനി എനിക്ക് തോന്നുന്നത് 1.5 മണിക്കൂറും കൂടി ഇനിയും പോകുമെന്ന് തോന്നുന്നത്. അന്വേഷണം പറയുക. കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത് പഴയത് നോക്കി കുഴപ്പമില്ല, ഈ പുതിയതും കൂടി നോക്കണം. ഇവിടെയും കുഴപ്പമില്ല. ഇനി അടുത്ത് പോയി ചെടിയൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്യണം. അതെ, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് ഇതിൻ്റെ ഇതും കൂടി നോക്കട്ടെ, ചെടിയിലെ പൂവും അതും നോക്കട്ടെ. മനസ്സിലായില്ല അത് തന്നെ. ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, കെട്ടി വിട്ടാ. ഇത് കെട്ടി വിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഇതാണ് എപ്പോഴും എടുക്കണത്. പക്ഷെ മൂട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ. മൂട്ടിലല്ല, സൈഡിൽ രണ്ടും നോക്കി അങ്ങനെയൊക്കെ തന്നെ. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫോണും ചാർജ് ചെയ്തിട്ട് കുടിച്ചൊന്ന് ഫ്രഷ് ആവണം. അതെ, ഇതൊന്ന് കഴിക്കുക, ഫോണും ചാർജ് ഇടുക, കുളിക്കുക, റൗണ്ട് അടിക്കുക. അതെ, അതാണ് പ്ലാൻ. നോക്കാം, ഫുള്ളൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നോക്കട്ടെ. കാരണം ഒരെണ്ണം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അത് ഒന്ന് ഞാൻ നോക്കി ഒരു ഉദ്ദേശം ടൈമിങ് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് പോകണം. അതെ, ഒരു 1/2 മണിക്കൂറാ 15 മിനിറ്റിന് മുമ്പേ ഒരു ഉദ്ദേശ ടൈമുണ്ട്. കാരണം അത് ഔട്ട് കുറച്ചാണ് പോകണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് പോകണം. ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് നോക്കി കുഴപ്പമില്ല. ഇനി എനിക്ക് തോന്നുന്നു എത്ര 2 മണിക്കൂറൊക്കെ എടുക്കും. എന്ത് പറയാനാണ്, നേരെ പോയി അടുത്ത് ജസ്റ്റ് പറയാം. ഒരു 1/2 മണിക്കൂർ വിട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാം. അങ്ങനെ പുറത്തിറങ്ങി അടുത്ത പരിപാടി എന്താ, പോവുക പർച്ചേസ് ചെയ്യുക. അത് തന്നെ, സിമ്പിൾ വർക്കാണ്. ബാഗൊക്കെ പൊട്ടി കേട്ടോ. പിന്നെ അവൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഞാൻ വരുമ്പോഴേ ആവുള്ളൂ എന്നാണ് തോന്നുന്നത് എനിക്ക്. അതിനിപ്പോൾ റെഡി ആവും തോന്നുന്നില്ല. കാരണം ആരും ഔട്ട് കുറച്ചാണ് പോണത്. ഇത് ഉച്ചയ്ക്ക് പോയിരുന്ന പോലെ പോയിരുന്നില്ലെങ്കിൽ 7-8 മണിയായാലും ആവൂല. അതിൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞ സമയത്ത് ഔട്ട് 20 പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴെന്തോ 36, 37 എന്തോണ് പോകുന്നത്. അതുകൊണ്ട് ഇത്തിരി നേരത്തെ ആയത്. അത് എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നോക്കിയാൽ മതിയായിരുന്നു. അല്ല, രാത്രി നോക്കിയാൽ മതിയായിരുന്നു. 12 മണിയായി അടുപ്പിച്ചാകുമ്പോൾ നോക്കിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ പോട്ട്. മുള്ളൊക്കെ ഉണ്ട്, അതിൽ ചാടി കിടക്കണം. നമ്മൾ പെബിൾസിൻ്റെ സാമ്രാജ്യം എത്തിക്കഴിഞ്ഞു. മഴ പെയ്യുമ്പം വെള്ളം ഒലിച്ചു കൂറുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മളെ ചാനൽ, ചാല്, ഇങ്ങനെ പലതും പറയാം. മനസ്സിലായില്ല? അതാണ് ഈ ഹൈറ്റ് വരെ വെള്ളം വരുമെന്ന് പറയും. ഈ ഹൈറ്റ് വരെ മനസ്സിലായിക്കോളൂ. നല്ല ഹൈറ്റിൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. ഇത് പെബിൾസിൻ്റെ വേൾഡ്. അതിൻ്റെ മണ്ടയിൽ ഒരെണ്ണമുണ്ട്. നമ്മൾ ഇവിടെ പക്ഷേ നമ്മളെ സ്ഥലത്ത്, അതായത് എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല.
ഇത് യുണീക്കാണ്, യുണീക്ക്. ഈ കുളക്കരയിലുള്ളവർക്ക് ചിലപ്പം പറയാൻ പറ്റും, മറ്റേ കുളം വറ്റുമ്പോഴാ, ഒരു അരുവി പോലത്തെ സാധനങ്ങൾ വറ്റുമ്പോഴാ, അങ്ങനത്തെ അവർക്ക് കാണാൻ പറ്റുമായിരിക്കും രീതിയിൽ. എന്നാൽ ഇത് കോറിയെന്ന് പറയാനും പറ്റൂല, കാരണം ഇത് പൊട്ടിച്ചതല്ല, ഫുള്ള് ഉരുണ്ട കല്ലാണ്. അതാണ് പ്രത്യേകത. ഇതിൻ്റെ മണ്ടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ എന്താണെന്ന് പറയാൻ, അത് വേറൊരു വൈബാണ് കേട്ടോ. പിന്നെ മണ്ടയിലുള്ള ഞാൻ കറക്റ്റ് എടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഇതോട്ട് തന്നെ തുടങ്ങണം, ചാല് പോലെ. കണ്ട അവിടെ ഉണ്ടങ്ങനെ. നമുക്ക് ഇവിടെ കൂടി കയറി അങ്ങ് പോകുമ്പോൾ തീരും അല്ലേ. അതാണ് പോണ വഴി. പിന്നെ എൻ്റെ ഇടയിൽ മുള്ളുണ്ട്, എല്ലാം ഉണ്ട്. അത് വേറെ, അത് ഗിഫ്റ്റ്. യെസ്, അത് നാച്ചുറൽ ഗിഫ്റ്റ്, നാച്ചുറൽ. നമ്മൾ ഷോർട്ട് കട്ട് ചാടാതിരിക്കാൻ വേണ്ടി. എന്നിട്ടും ചാടും, കാലി അടിച്ച് കയറും, കുറച്ച് നേരം അതും പിടിച്ചോണ്ട് കിടക്കും. അതൊക്കെ നോർമലല്ലേ. അയ്യോ, അല്ലാതെ പോകണമെങ്കിൽ ഏകദേശം വഴി നോക്കി പോയാൽ 45 മിനിറ്റ് എടുക്കും. ഭയങ്കര ടഫാണ്. അത് രാത്രി വല്ലതും പോകണമെങ്കിൽ മാത്രമേ റോഡ് വഴി പോകുള്ളൂ. അത് ഇപ്പോൾ ഈ വഴി പോകാൻ പറ്റൂല. ഒരിക്കലും ഫോൺ പിടിക്കണം പറ്റൂല. അത് എപ്പോഴും ഫോൺ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്, കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്ക് റോഡ് കാണാനും പറ്റൂല. അതാണ് കാര്യം. എന്നാൽ റോഡെത്താറായി, ഇനി 5 മിനിറ്റ് കൊണ്ട് നടക്കണം, എന്നാൽ ജംഗ്ഷൻ എത്തും. ഒരു മണ്ടത്തരവും പറ്റി. ഇന്നലെ പാലെന്ന് പറഞ്ഞിട്ട് ഞാൻ തൈര് വാങ്ങിച്ച് ഒഴിച്ചിടാൻ വേണ്ടി. ആദ്യം പാലൊഴിച്ച് ചെയ്യാന്ന് വെച്ച് ഒഴിച്ചപ്പം വെള്ളം പോലെ പറഞ്ഞു. എന്നിട്ട് കുലുക്കി ഒഴിച്ചപ്പോൾ മനസ്സിലായി അത് തൈരാണ്. അത് നമ്മൾ ഇവിടെ ലസ്സി പോലെ കൊടുക്കും ആ സാധനവും. തൈരുമല്ല ഡയറക്റ്റ് പറഞ്ഞ്, ഈ ശകലം അവർ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് അത്. വേറെ ഒന്നും ഇല്ല, ജസ്റ്റ് കുടിച്ചാൽ മതി. മുളക് എരിയുവാണെങ്കിൽ ചില മുളകും കൂടി ചേർത്തോളണം. മണ്ടത്തരം പറ്റി. ഇതിനടുത്ത് പോയിട്ട് ഇന്ന് പാലും വാങ്ങിക്കണം. കടലോട്ടെത്തി. ഇതന്നെ കട, സാധനം. ഇതന്നെ കട. ഇത് ഇത്തിരി വലിയതാണ് കേട്ടോ. റൈസിങ് ക്രീം മോറ. അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനം അതായിരിക്കുന്നു. ഇനി നേരെ പോകണം. തളർന്ന് കേട്ടോ, എടുക്കാൻ പറ്റില്ല വീഡിയോ, കാരണം രണ്ട് കയ്യിൽ സാധനമുണ്ട്, ഇത്തിരി വെയിറ്റ് ഉണ്ട്. വെയിറ്റ് അല്ല, കവർ ശരിയല്ല, നമുക്ക് പിടിക്കാൻ പറ്റില്ല, നല്ല വേദനിക്കും. അതാണ് കാര്യം. ശരി എന്നപ്പോൾ ഇനി അവിടെ എന്നിട്ട് എൻട്രി ചെയ്ത് അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ ഇരിക്കുന്നെങ്കിൽ അതും എടുക്കാം, ഓർമ്മ ഉണ്ടെങ്കിൽ ആ സമയത്ത്. ഓക്കെ എന്നാൽ ചേട്ടാ, അരയടിപ്പിച്ചേ. ഇനി നേരെ പോയി എല്ലാം ഒന്ന് കൊണ്ടുപോയിക്കണം. ഇത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല, സമയമായി. ഇനി പോയി ഒന്ന് ചെന്ന് പറഞ്ഞ് ഇത് സാധനം എടുത്ത് വെച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ അവിടെ പോകണം. അവിടെ ഇരിക്കണം തോന്നുന്നു, ഞാൻ പോയി നോക്കട്ടെ. ഇനി ഏകദേശം 35 മിനിറ്റും കൂടി ഉണ്ട്. ഞാൻ പോയി ലൈറ്റ് ഫോണൊക്കെ എല്ലാം സെറ്റാക്കട്ടെ. അവനെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇട്ട് അവനെന്ന് പറഞ്ഞപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി വിളിക്കേണ്ടി വരും എല്ലാവരും. അത് റോജൊന്നും കുറിച്ച് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം സെറ്റ് എല്ലാം ഒന്ന് ലൈറ്റൊക്കെ ഉണക്കി സെറ്റാക്കട്ടെ. എപ്പോഴും ടൈമായി ഏകദേശം എത്ര 5:50 അടുപ്പിച്ചായി. എന്നിട്ടും സൂര്യൻ ഇങ്ങനെ കിടക്കുകയും ശലം കൂടി ലേറ്റാവും തോന്നുന്നു. പിന്നെ എൻ്റെ ഫോണും ചാർജ് കുറവാ, ഫോണും ഒന്ന് ചാർജ് ഇട്ട് എല്ലാം സെറ്റ് ചെയ്യണം. അത് കഴിക്കുക,
പോവുക ഡ്യൂട്ടിയിൽ. അത് എന്ന് പറഞ്ഞാൽ നേരെ പോയി നോക്കി ഒന്നും കൂടി നോക്കി വിളിച്ച് പറയാനുണ്ട്. ഇവിടുത്തെ വേറെ പരിപാടിയൊന്നുമില്ല, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.